ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 89-ാം ദിവസം. ഇസ്രായേലിൻ്റെ രക്ഷകന്മാർ. ഇന്നേ ദിവസം നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ, റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം, 133-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. കാനാൻ ദേശത്തെ ജനങ്ങളെക്കുറിച്ചും ബൊക്കിമിൽ വെച്ചുള്ള കർത്തൃദൂതൻ്റെ മുന്നറിയിപ്പും ഇസ്രായേലിനെ രക്ഷിക്കുന്നതിനായി ഒത്നിയേൽ, യഹൂദ്, ഷംഗർ എന്നീ രക്ഷകന്മാർ എത്തുന്നതുമാണ് ന്യായാധിപന്മാരിൽ പറയുന്നത്. എലിമേലെക്കിൻ്റെ ഭാര്യ നവോമിയെയും മരുമക്കളെക്കുറിച്ചും റുത്തുമായി നവോമി ബേത്ലഹേമിൽ എത്തുന്നതുമാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. കാനാൻ ദേശത്തെ ജനതകൾ. ജോഷയുടെ മരണത്തിന് ശേഷം ഇസ്രായേല്യർ കർത്താവിനോട് പ്രകാരം ആരായുകയുണ്ടായി. കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യമായി ഞങ്ങൾക്ക് വേണ്ടി കയറി ചെല്ലുക? കർത്താവ് അരുൾ ചെയ്തു, യൂദ കയറി ചെല്ലട്ടെ. ഇതാ ഞാൻ ആ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യൂദ സ്വസഹോദരനായ ശിമയോനോട് പറഞ്ഞു, നറുക്കിലൂടെ എനിക്ക് ലഭിച്ച ഇടത്തേക്ക് എന്നോടുകൂടെ കയറി വരിക. കാനാൻകാരോട് നമുക്ക് പോരാടാം. നിനക്ക് നറുക്കുവഴി ലഭിച്ച ഇടത്തേക്ക് ഞാനും നിന്നോട് കൂടെ പോരാം. ശിമയോൻ അവനോട് കൂടെ പോയി. യൂദ കയറി ചെന്നു. കർത്താവ് കാനാൻകാരെയും പെരീസുകാരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ 10,000 പേരെ ബെസക്കിൽ വെച്ച് സംഹരിച്ചു. അവർ ബെസക്കിൽ വെച്ച് അദോണി ബെസക്കിനെ കണ്ടെത്തി അവനോട് യുദ്ധം ചെയ്തു. കാനാൻകാരെയും പെരീസുകാരെയും അവർ സംഹരിച്ചു. എന്നാൽ അദോണി ബെസക്ക് പലായനം ചെയ്തു. അവർ അവനെ പിന്തുടർന്നു പിടിച്ച് അവൻ്റെ കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അപ്പോൾ അദോണി ബെസക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്ക് കീഴിൽ ഉച്ഛിഷ്ടം ശേഖരിച്ചിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും പകരം ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറൂസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ്യർ ജെറൂസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി വാൾത്തലയ്ക്ക് നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യഹൂദ്യർ മലകളിലും ദക്ഷിണഭാഗത്തും സമതലങ്ങളിലും താമസിച്ചിരുന്ന കാനാൻകാരോട് യുദ്ധത്തിനിറങ്ങി. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാൻകാർക്കെതിരെ യൂദ ചെന്നു. ഹെബ്രോണിൻ്റെ പേര് മുമ്പ് കിരിയാത്ത് അർബ എന്നായിരുന്നു. അവർ ഷേഷൈ, അഹിമൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവർ അവിടെ നിന്ന് ദബീർ നിവാസികൾക്കെതിരെ ചെന്നു. ദബീറിൻ്റെ പേര് മുമ്പ് കിരിയാത്ത് സഫർ എന്നായിരുന്നു. കാലബ് പറഞ്ഞു, കിരിയാത്ത് സഫർ ആക്രമിച്ച് അത് പിടിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ അത് പിടിച്ചടക്കി. തൻ്റെ പുത്രി അക്സായെ അയാൾ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ അവൾ ഒത്നിയേലിൻ്റെ അടുത്തു ചെന്ന് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ പ്രേരിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങവേ കാലബ് അവളോട് ചോദിച്ചു, നിനക്കെന്തു വേണം? അവൾ അവനോട് പറഞ്ഞു, എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എനിക്ക് നെഗബ് പ്രദേശം തന്നിരിക്കുകയാണല്ലോ. അതുകൊണ്ട് നീരുറവകൾ കൂടി എനിക്ക് തന്നാലും. മേലെയും താഴെയുമുള്ള ഉറവകൾ കാലബ് അവൾക്ക് വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായിയപ്പനായ കേനിൻ്റെ മക്കൾ യഹൂദ്യരോടുകൂടെ
ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് തെക്ക് ആരാദിലുള്ള യൂദാ മരുഭൂമിയിലേക്ക് കയറി ചെന്നു. അവർ അവിടെ എത്തി ജനത്തോടൊത്ത് വസിച്ചു. അതിനുശേഷം യൂദ സ്വസഹോദരനായ ശിമയോനോടൊത്ത് പുറപ്പെട്ട് സെഫാത്തിൽ വസിച്ചിരുന്ന കാനൻകാരെ സംഹരിച്ചു. അവർ ആ പട്ടണം നിശേഷം നശിപ്പിച്ചിട്ട് അതിനെ ഹോർമ എന്നു പേര് വിളിച്ചു. ഗാസയും അതിൻ്റെ അതിർത്തി പ്രദേശവും അഷ്കലോണും അതിൻ്റെ അതിർത്തി പ്രദേശവും എക്രോണും അതിൻ്റെ അതിർത്തി പ്രദേശവും യൂദ പിടിച്ചടക്കി. കർത്താവ് യൂദയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മലമ്പ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥമുണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവനായില്ല. മോശ പ്രഖ്യാപിച്ചിരുന്നത് പോലെ ഹെബ്രോൺ അവർ കാലബിന് കൊടുത്തു. അവിടെ നിന്ന് 3 അനാക്യരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്യർ ജെറുസലേം നിവാസികളായ ജബൂസുകളെ പുറത്താക്കിയില്ല. അതിനാൽ ജബൂസുകൾ ബെഞ്ചമിന്യരോടൊപ്പം ജെറുസലേമിൽ ഇന്നും വസിക്കുന്നു. ജോസഫിൻ്റെ ഭവനമാകട്ടെ ബഥേലിലേക്കും കയറി ചെന്നു. കർത്താവ് അവരോടുകൂടി ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ ഭവനം ബഥേലിൽ സൂക്ഷ്മ നിരീക്ഷണം നടത്തി. ആ പട്ടണത്തിൻ്റെ മുമ്പത്തെ പേര് ലൂസ് എന്നായിരുന്നു. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് നിരീക്ഷകർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിൻ്റെ പ്രവേശന മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ ഞങ്ങൾ നിന്നോട് ദയാപൂർവം വർത്തിക്കാം. അവൻ അവർക്ക് നഗരത്തിൻ്റെ പ്രവേശന മാർഗം കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാൾത്തലക്കിരയാക്കി. എന്നാൽ അയാളെയും കുടുംബത്തെയും അവർ പറഞ്ഞയച്ചു. അയാൾ ഹെത്തുകാരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിത് അതിനെ ലൂസ് എന്ന് പേര് വിളിച്ചു. ഇന്നുവരെയും അതിൻ്റെ പേര് ഇതാകുന്നു. ബത്ഷേയനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും താനാക്കിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ദോറിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇബ്ലയാമിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും മെഗിദോയിലെ നിവാസികളെയും അതിൻ്റെ ഗ്രാമങ്ങളെയും മനാസെ പുറത്താക്കിയില്ല. അങ്ങനെ കാനാൻകാർക്ക് ആ ദേശത്ത് തന്നെ വസിക്കാൻ കഴിഞ്ഞു. ഇസ്രായേൽ പ്രബലമായപ്പോൾ കാനാൻകാരെ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രായിം ഗസേർ നിവാസികളായ കാനൻകാരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനൻകാർ ഗസറിൽ തന്നെ അവരുടെ ഇടയിൽ താമസിച്ചു. സെബൂല്യർ കിത്രോൻ നിവാസികളെയും നഹലോൽ നിവാസികളെയും പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനൻകാർ അവരുടെ ഇടയിൽ തന്നെ വസിച്ചു. അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി. ആഷേർ അക്കോൻ നിവാസികളെയും സീദോൻ നിവാസികളെയും അഹലാബ്, അക്സിബ്, ഹെൽബ, അഫീഖ്, റഹോബ് എന്നിവരെയും പുറത്താക്കിയില്ല. ആഷേറുകാർ ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ വസിച്ചു. എന്തെന്നാൽ അവർ അവനെ പുറത്താക്കിയിരുന്നില്ല. നഫ്താലി ബെത്ഷെബഷ് നിവാസികളെയും ബേത്ത് അനാത്ത് നിവാസികളെയും പുറത്താക്കിയില്ല. അവർ ദേശവാസികളായ കാനൻകാരുടെ ഇടയിൽ വസിച്ചു. ബെത്ഷെമെഷിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമവേലയ്ക്കുള്ളവരായി മാറി. അമോരികൾ ധാന്യരെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് ഇറങ്ങി വരാൻ അവരെ അനുവദിച്ചതേയില്ല. അമോരികൾ ഹറസിലും അയ്യോലോനിലും ഷാൽബീമിലും വസിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ജോസഫ് ഭവനത്തിൻ്റെ കരം പ്രബലപ്പെട്ടപ്പോൾ അവർ അടിമവേലയ്ക്കുള്ളവരായി മാറി. അമോറികളുടെ അതിർത്തി അക്രബീം കയറ്റം മുതൽ സേലായിൽ നിന്ന് മുകളിലേക്കായിരുന്നു. ന്യായാധിപരുടെ പുസ്തകം 2-ാം അധ്യായം. ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. ഒരു കർത്തൃദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് കയറിച്ചെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. നിങ്ങൾ ഈ ദേശവാസികളുമായി ഉടമ്പടിയിൽ ഏർപ്പെടരുത്. അവരുടെ ബലിപീഠങ്ങൾ നിങ്ങൾ ഇടിച്ചു തകർക്കണം. എന്നാൽ നിങ്ങൾ എൻ്റെ സ്വരം അനുസരിച്ചില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? അതിനാൽ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങൾക്ക് കുരുക്കായിത്തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. കർത്തൃദൂതൻ ഇസ്രായേല്യർ മുഴുവനോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജനം സ്വരമുയർത്തി കരഞ്ഞു. അവർ ആ സ്ഥലത്തിൻ്റെ പേര് ബോഖിം എന്ന് വിളിച്ചു. അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. ജോഷുവയുടെ മരണം. ജോഷുവ ജനത്തെ പറഞ്ഞയച്ചു. ഇസ്രായേല്യരിൽ
ഓരോ ആളും തൻ്റെ അവകാശത്തിലേക്ക് ദേശം കൈവശമാക്കാൻ പോയി. ജോഷുവയുടെ കാലം മുഴുവനും ഇസ്രായേലിനോട് ചെയ്ത കർത്താവിൻ്റെ മഹാകൃത്യം ഓരോന്നും കാണുകയും ജോഷുവയ്ക്ക് ശേഷം ആയുർദൈർഘ്യമുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരുടെ കാലം മുഴുവനും ജനം കർത്താവിനെ സേവിച്ചു. നൂനിൻ്റെ മകൻ കർത്തൃദാസനായ ജോഷുവ 110 വയസ്സുള്ളവനായി മരിച്ചു. ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ നിമ്നാത്ത് ഹെറസിൽ അവൻ്റെ അവകാശത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവർ അവനെ സംസ്കരിച്ചു. പിന്നീട് ആ തലമുറ മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ അവിടുന്ന് ഇസ്രായേലിന് ചെയ്ത പ്രവൃത്തിയെയോ അറിയാത്ത മറ്റൊരു തലമുറ ഉയർന്നു വന്നു. ബാലിനെ ആരാധിക്കുന്നു. ഇസ്രായേല്യർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ബാൽ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. തങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽപ്പെട്ട അന്യദേവന്മാരുടെ പിന്നാലെ ചരിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിനെയും അഷ്താറോത്തിനെയും സേവ ചെയ്തു. അതിനാൽ ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് അവരെ കവർച്ചക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. ചുറ്റുമുള്ള അവരുടെ ശത്രുക്കളുടെ കയ്യിൽ അവിടുന്ന് അവരെ വിറ്റു. തങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ തുടർന്നും ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവ് സംസാരിച്ചിരുന്നത് പോലെയും കർത്താവ് അവരോട് ശബ്ദം ചെയ്തിരുന്നത് പോലെയും അവർ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം അവർക്കിടയിൽ തിന്മയ്ക്കായി ഭവിച്ചു. അവർക്ക് ഏറെ ഞെരുക്കമുണ്ടായി. എന്നിട്ടും കർത്താവ് ന്യായാധിപന്മാരെ ഉയർത്തുകയും അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ ന്യായാധിപന്മാരെ അവർ ശ്രവിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പിറകെ അവർ വ്യഭിചരിച്ചു പോവുകയും അവർക്ക് ആരാധന അർപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ചുകൊണ്ട് ചരിച്ച മാർഗപ്രകാരം പ്രവർത്തിക്കാതെ അവർ വേഗം അതിൽ നിന്ന് വ്യതിചലിച്ചിരുന്നു. കർത്താവ് അവർക്കായി ന്യായാധിപന്മാരെ ഉയർത്തിയപ്പോൾ ഓരോ ന്യായാധിപനോടും കൂടെ അവിടുന്ന് ഉണ്ടായിരുന്നു. ഓരോ ന്യായാധിപൻ്റെയും കാലത്ത് കർത്താവ് അവരുടെ ശത്രുക്കളുടെ കൈകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം അവരെ പീഡിപ്പിക്കുന്നവരും ഞെരുക്കുന്നവരും മുഖാന്തരമുള്ള അവരുടെ രോദനത്തെ പ്രതി കർത്താവ് അവരോട് അനുകമ്പ കാണിച്ചിരുന്നു. എന്നാൽ ന്യായാധിപൻ മരിക്കുമ്പോൾ അവർ അന്യദേവന്മാരെ സേവിക്കാനും ആരാധിക്കാനുമായി അവയുടെ പിന്നാലെ ചരിക്കാൻ പിന്തിരിയുകയും തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളാവുകയും ചെയ്തു. തങ്ങളുടെ ആചാരങ്ങളും ദുശാഠ്യമാർഗങ്ങളും അവർ ഉപേക്ഷിച്ചില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനത അവരുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുകയും എൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവൻ വിട്ടുകളഞ്ഞിരുന്ന ജനപദങ്ങളിൽ നിന്ന് ഒന്നിനെയും അവരുടെ മുമ്പിൽ നിന്ന് ഞാനും ഇനി നീക്കിക്കളയുകയില്ല. തങ്ങളുടെ പിതാക്കന്മാർ പാലിച്ചിരുന്നതുപോലെ ഇസ്രായേലും കർത്തൃമാർഗം ദീക്ഷിച്ച് അതിൽ നടക്കുമോ ഇല്ലയോ എന്ന് അക്കൂട്ടരിലൂടെ അവരെ പരീക്ഷിക്കേണ്ടതിനാണ് കർത്താവ് ആ ജനപദങ്ങളെ വേഗത്തിൽ നീക്കിക്കളയാതെ അവരെ നിലനിൽക്കാൻ അനുവദിച്ചതും ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിക്കാതിരുന്നതും. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. കാനാൻകാരുടെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് നിലനിർത്തിയ ജനപദങ്ങൾ ഇവയാണ്. മുമ്പൊരിക്കലും യുദ്ധമറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലി തലമുറകളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു ഇത്. ഫിലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാർ, കാനാൻകാർ മുഴുവൻ, സീദോൻകാർ, ബാൽ ഹെർമോൻ മല മുതൽ ലെബോഹമാത്ത് വരെയുള്ള ലെബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ, മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാരോട് ആജ്ഞാപിച്ച കൽപ്പനകൾ ഇസ്രായേൽക്കാർ ശ്രവിക്കുമോ എന്ന് അവരിലൂടെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഇസ്രായേല്യർ അങ്ങനെ കാനാൻകാർ, ഹേത്തുകാർ, അമോരികൾ, പെരീസുകാർ, ഹിവ്യക്കാർ, ജബൂസുകൾ എന്നിവരുടെ ഇടയിൽ വസിച്ചു. അക്കൂട്ടരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായി അവർ സ്വീകരിക്കുകയും തങ്ങളുടെ പുത്രിമാരെ അക്കൂട്ടരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അക്കൂട്ടരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഒത്നിയേൽ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അഷോരാകളെയും സേവിച്ച് ഇസ്രായേല്യർ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അതിനാൽ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ആറാം നഹ്റായിമിലെ രാജാവായ കുഷാൻ റിഷാത്തയിമിൻ്റെ കയ്യിൽ
അവിടുന്ന് അവരെ വിറ്റു. കുഷാൻ റിഷാത്തമീയനെ അവർ 8 വർഷം സേവിച്ചു. ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു. കർത്താവ് ഇസ്രായേല്യർക്കായി ഒരു രക്ഷകനെ ഉയർത്തി. കാലബിൻ്റെ ഇളയ സഹോദരനായ കെനസിൻ്റെ പുത്രൻ ഒത്നിയേലിനെ കൊണ്ട് അവിടുന്ന് അവരെ രക്ഷിച്ചു. കർത്താവിൻ്റെ ചൈതന്യം അവൻ്റെ മേൽ വന്നു. അവൻ ഇസ്രായേലിനെ ന്യായം വിധിച്ചു. അവൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആറാം നെഹ്റായിമിലെ രാജാവായ കുഷാൻ റിഷാത്തയിമിനെ കർത്താവ് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ കരം കുഷാൻ റിഷാത്തയിമിൻ്റെ മേൽ പ്രബലപ്പെട്ടു. അങ്ങനെ ദേശം 40 വർഷം സ്വസ്ഥത അനുഭവിച്ചു. അതിനുശേഷം കെനസിൻ്റെ മകൻ ഒത്നിയേൽ മരിച്ചു. യഹൂദ്. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്യുന്നത് ഇസ്രായേല്യർ ആവർത്തിച്ചു. മോവാബ് രാജാവായ എഗ്ലോനെ കർത്താവ് ഇസ്രായേലിനെതിരെ ശക്തനാക്കി. കാരണം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവർ തിന്മ പ്രവർത്തിച്ചു. അമ്മോന്യരെയും അമലേക്കരെയും തൻ്റെ കൂടെ കൂട്ടി അവൻ ചെന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചു. അവർ ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി. ഇസ്രായേല്യർ മോവാബ് രാജാവായ എഗ്ലോനെ 18 വർഷം സേവിച്ചു. ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്കായി ഒരു രക്ഷകനെ ബെഞ്ചമിൻ ഗോത്രജനായ ഗേരായുടെ മകൻ ഇടംകയ്യൻ യഹൂദിനെ ഉയർത്തി. ഇസ്രായേല്യർ അവൻ്റെ കൈവശം മോവാബ് രാജാവായ എഗ്ലോന് ഒരു കാഴ്ച കൊടുത്തയച്ചു. യഹൂദ് 1 മുഴം നീളമുള്ള ഇരുവായ്ത്തലവാൾ തനിക്കായി ഉണ്ടാക്കി വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു. അവൻ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊണ്ടുവന്നു. എഗ്ലോൻ തടിച്ചു കൊഴുത്ത ഒരാളായിരുന്നു. കാഴ്ച സമർപ്പിച്ച് കഴിഞ്ഞതനുസരിച്ച് അവൻ കാഴ്ച വഹിച്ചിരുന്ന ജനത്തെ പറഞ്ഞയച്ചു. എന്നാൽ അവൻ ഗിൽഗാലിന് സമീപമുള്ള പെസലീമിൽ നിന്ന് തിരിഞ്ഞു പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്ക് അങ്ങേയ്ക്കായി ഒരു രഹസ്യ സന്ദേശമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിശബ്ദമായിരിക്കുക. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നിരുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് പുറത്തുപോയി. യഹൂദ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ശീതളമായ മാളികയിൽ തനിച്ചിരിക്കുകയായിരുന്നു. യഹൂദ് പറഞ്ഞു, ഒരു ദൈവിക സന്ദേശം അങ്ങേയ്ക്കായി എൻ്റെ പക്കലുണ്ട്. അപ്പോൾ അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. യഹൂദ് ഇടംകൈ കൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തിയിറക്കി. വായ്ത്തലയുടെ പിന്നാലെ പിടിയും അകത്തു കടന്നു. വാൾ വയറ്റിൽ നിന്ന് ഊരി എടുക്കാതിരുന്നതുകൊണ്ട് കൊഴുപ്പ് വായ്ത്തല മൂടി. വിസർജ്യം പുറത്തു ചാടി. അനന്തരം യഹൂദ് പൂമുഖത്തേക്കിറങ്ങി. അവന് പിറകിലായി മുകൾ നിലയുടെ വാതിലുകൾ അടച്ചുപൂട്ടി. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകർ വന്നു. അവർ നോക്കിയപ്പോൾ ഇതാ മുകൾ നിലയുടെ കതകുകൾ പൂട്ടിക്കിടക്കുന്നു. അവർ പറഞ്ഞു, അദ്ദേഹം തീർച്ചയായും ശീതളമുറിയിൽ ദിനചര്യക്കിരിക്കുകയായിരിക്കും. ജാള്യത കൊണ്ട് അവർ കാത്തിരുന്നു. എന്നിട്ടുമിതാ ആരും മാളികയുടെ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ അവർ താക്കോലെടുത്ത് അത് തുറന്നു. അതാ അവരുടെ യജമാനൻ നിലത്ത് മരിച്ചു കിടക്കുന്നു. അവർ കാത്തിരിക്കവേ യഹൂദ് രക്ഷപ്പെട്ടിരുന്നു. പെസലീം കടന്ന് അവൻ സെയ്റായിലേക്ക് രക്ഷപ്പെട്ടു. എഫ്രായിം മലനാട്ടിലെത്തിയപ്പോൾ അവൻ കാഹളം മുഴക്കി. ഇസ്രായേല്യർ അവൻ്റെ ഒപ്പം മലയിൽ നിന്നിറങ്ങി. അവനായിരുന്നു അവർക്ക് മുമ്പിൽ. അവൻ അവരോട് പറഞ്ഞു, എന്നെ പിന്തുടരുക. എന്തെന്നാൽ നിങ്ങളുടെ ശത്രുക്കളായ മോവാബിനെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അവനെ പിന്തുടർന്നു. മോവാബിലേക്കുള്ള ജോർദാൻ്റെ കടവുകൾ അവർ പിടിച്ചടക്കി. ഒരാളെയും കടന്നുപോകാൻ അവർ അനുവദിച്ചില്ല. ആ സമയം 10,000-ഓളം മോവാബുകാരെ, ധീരനും കരുത്തനുമായ ഓരോരുത്തനെയും അവർ കൊന്നു. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. അങ്ങനെ മോവാബ് ആ ദിവസം ഇസ്രായേലിൻ്റെ കരത്തിന് കീഴ്പ്പെട്ടു. തുടർന്ന് ദേശം 80 വർഷം സ്വസ്ഥത അനുഭവിച്ചു. ഷക്മർ. അനാത്തിൻ്റെ പുത്രൻ ഷക്മർ അവന് ശേഷം വന്നു. അവൻ 600 ഫിലിസ്ത്യക്കാരെ കാളയുടെ ചാട്ട കൊണ്ട് കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. എലിമേലെക്കിൻ്റെ കുടുംബം മോവാബിൽ. ന്യായാധിപന്മാരുടെ ന്യായപാലന കാലത്താണ് അത് സംഭവിച്ചത്. നാട്ടിലൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ യൂദായുടെ ബേത്ത്ലേഹേമിൽ നിന്ന് ഒരാളും അയാളുടെ ഭാര്യയും 2 പുത്രന്മാരും മോവാബ് ദേശത്ത് തൽക്കാലവാസം നടത്തുന്നതിന് യാത്ര തിരിച്ചു. പുരുഷൻ്റെ പേര് എലിമേലെക്ക്, അവൻ്റെ ഭാര്യയുടെ പേര് നവോമി.
ഇരു പുത്രന്മാരുടെയും പേരുകൾ മഹ്ലോൻ എന്നും കിലിയോൻ എന്നും. അവർ യൂദായുടെ ബെത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തുകാരായിരുന്നു. അവർ മോവാബ് പ്രദേശത്ത് ചെന്ന് അവിടെ കഴിഞ്ഞുകൂടി. നവോമിയുടെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ തങ്ങൾക്ക് ഭാര്യമാരായി മോവാബുകാരികളെ വരിച്ചു. ഒരുവളുടെ പേര് ഒർഫ, മറ്റൊരുവളുടെ പേര് റൂത്ത്. 10 വർഷത്തോളം അവർ അവിടെ പാർത്തു. അതിനിടെ മഹ്ലോൻ, കിലിയോൻ എന്നീ ഇരുവരും മരിച്ചു. അങ്ങനെ ആ സ്ത്രീ തൻ്റെ ഇരുസുതരും ഭർത്താവും നഷ്ടപ്പെട്ടവളായി അവശേഷിച്ചു. നവോമിയും മരുമക്കളും. തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകാൻ കർത്താവ് അവരെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് മോവാബ് പ്രദേശത്ത് വെച്ച് കേട്ടതുകൊണ്ട് നവോമിയും തൻ്റെ മരുമക്കളും മോവാബ് പ്രദേശത്ത് നിന്ന് ഒരുങ്ങിത്തിരിച്ചു. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അവൾ പുറപ്പെട്ടു. തൻ്റെ മരുമക്കൾ ഇരുവരും അവളോടൊപ്പം ഉണ്ടായിരുന്നു. യൂദാ നാട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള വഴിയെ അവർ നടന്നു. അപ്പോൾ നവോമി തൻ്റെ 2 മരുമക്കളോടുമായി പറഞ്ഞു, ഓരോ ആളും തൻ്റെ മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്ത പ്രകാരം കർത്താവ് നിങ്ങളോടും കാരുണ്യം ചെയ്യട്ടെ. നിങ്ങൾ ഓരോ ആളും സ്വന്തം ഭർതൃഭവനം സമാശ്വാസ സ്ഥാനമായി കണ്ടെത്തുവിൻ. അതിന് കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അപ്പോൾ അവർ സ്വരമുയർത്തി കരഞ്ഞു. അവർ അവളോട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങളും നിൻ്റെ കൂടെ നിൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിന് എന്നോടുകൂടി പോരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എൻ്റെ ഗർഭപാത്രത്തിൽ ഇനിയും പുത്രന്മാരുണ്ടോ? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. എന്തെന്നാൽ ഒരു ഭർത്താവുണ്ടാകാൻ സാധിക്കാത്ത വിധം വൃദ്ധയാണ് ഞാൻ. അഥവാ ഈ രാത്രി ഒരു ഭർത്താവുണ്ടാകുമെന്നും ഞാൻ പുത്രന്മാരെ പ്രസവിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് അവർ വലുതാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? അതുകൊണ്ട് അവരൊരു ഭർത്താവുണ്ടാകാതെ നിങ്ങൾ ഒറ്റത്തടിയായിരിക്കുമോ? പാടില്ല മക്കളെ. നിങ്ങളെക്കാളേറെ കയ്പ് നിറഞ്ഞവൾ ഞാനാണ്. കാരണം കർത്താവിൻ്റെ കരം എനിക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അവർ വീണ്ടും സ്വരമുയർത്തി കരഞ്ഞു. ഒർഫ അമ്മായിയമ്മയെ ചുംബിച്ചു. റൂത്ത് അവളോട് ചേർന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാ നിൻ്റെ ജ്യേഷ്ഠത്തി തൻ്റെ ജനത്തെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. നിൻ്റെ ജ്യേഷ്ഠത്തിക്ക് പിന്നാലെ നീയും തിരിച്ചു പോയിക്കൊള്ളുക. റൂത്ത് പറഞ്ഞു, നിന്നെ ഉപേക്ഷിക്കാൻ, നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ എന്നെ നിർബന്ധിക്കരുതേ. എന്തെന്നാൽ നീ നടക്കുന്ന എവിടേക്കും ഞാനും നടക്കും, നീ രാപ്പാർക്കുന്ന എവിടെയും ഞാനും രാപ്പാർക്കും. നിൻ്റെ ജനം തന്നെ എൻ്റെ ജനം, നിൻ്റെ ദൈവം തന്നെ എൻ്റെ ദൈവം. നീ മരിക്കുന്നതെവിടെയോ അവിടെ ഞാനും മരിച്ച് അടക്കപ്പെടും. എന്നെയും നിന്നെയും തമ്മിൽ മരണം അകറ്റുന്നെങ്കിൽ ദൈവം എന്നോട് എങ്ങനെ ചെയ്യുന്നോ അങ്ങനെ തുടർന്നും ചെയ്യട്ടെ. അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് കണ്ട് അവളോട് തർക്കിക്കുന്നത് അവൾ നിർത്തി. നവോമിയും റുത്തും ബേത്ലഹേം വരെ എത്തുന്നതിന് അവർ ഇരുവരും നടന്നു. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ അവരെക്കുറിച്ച് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. അവൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്. സർവശക്തൻ എന്നെ ഏറെ കൈപ്പാക്കിയതുകൊണ്ട് മാറ എന്നാണ് നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്. ഞാൻ പോയതെല്ലാം തികഞ്ഞവളായാണ്. നിശൂന്യയായാണ് കർത്താവ് എന്നെ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തിരിക്കെ നവോമി എന്ന് എന്നെ നിങ്ങൾ വിളിക്കുന്നത് എന്തിന്? അങ്ങനെ നവോമി തിരിച്ചെത്തി. അവളുടെ മൊവാബുകാരിയായ മരുമകൾ റൂത്തും മൊവാബ് പ്രദേശത്ത് നിന്ന് പിന്തിരിഞ്ഞ് അവളോടൊത്തുണ്ടായിരുന്നു. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബേത്ലഹേമിൽ എത്തിയത്. 133 സങ്കീർത്തനം. സഹോദരരെ ഒരുമ. ആരോഹണഗീതം ദാവീദിൻ്റേത്. ഇതാ ഒത്തൊരുമയോടുള്ള സഹോദരരുടെ വാസം എത്ര വിശിഷ്ടവും അഭികാമ്യവുമാണ്. തലയിലെ വിശിഷ്ട തൈലം പോലെ അത് അഹ്റോൻ്റെ താടിയിലേക്ക് ഒഴുകുന്നു. അവൻ്റെ അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ അത് ഇറങ്ങുന്നു. അത് ഹെർമോൺ തുഷാരം പോലെ സിയോൺ മലയിൽ പൊഴിയുന്നു. എന്തെന്നാൽ അവിടെയാണ് കർത്താവ് അനുഗ്രഹം, അനന്തമായ ജീവൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നത്.